നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരിഹസിച്ചവർക്ക് മുൻപിൽ ഭഗവാൻ തന്നെ നിങ്ങളെ പിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സന്ദേശങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും ഉയർച്ചകൾ മാത്രമല്ല ഉണ്ടാവുക, താഴ്ചകളും ഉണ്ടാകുന്നതാണ്. അത് ജീവിതത്തിന്റെ ഭാഗമായി തന്നെ കണ്ട് മുന്നോട്ട് പോകേണ്ടതുമാണ്. എത്രത്തോളം നിങ്ങൾ താഴെ വീഴുന്നുവോ അത്രമേൽ ശക്തിയോടെ തിരികെ വരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാൻ ഒരുക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾ തോറ്റിട്ടുണ്ടാകാം. നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായ സാഹചര്യമോ ജീവിതത്തിൽ ഉള്ളവരാകാം നിങ്ങൾ. എന്നാൽ അതെല്ലാം താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഭഗവാൻ തന്നെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ വീഴ്ചയിലും തളർച്ചയിലും തീർച്ചയായും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നു ചേരാം. അഹങ്കരിച്ചവർക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പോലും അപ്രതീക്ഷിതമായി തിരിച്ചടികൾ വന്നു ചേരാം. കാരണം നിങ്ങളുടെ ഉയർച്ച അത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നതാണ് വാസ്തവം. ഈ സമയം ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ മുൻപിലുണ്ട്. അത് നിങ്ങൾക്ക് അനുകൂലമാകണം എന്ന പ്രാർത്ഥന ഭഗവാനോടുണ്ട്. ആ പ്രാർത്ഥന സഫലമാകും എന്ന സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിഷ്കളങ്കമായ മനസ്സുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഏവരെയും ഒരേപോലെ കാണുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. അത്തരം വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിനാൽ തന്നെ നിങ്ങൾ ദേവിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് ഭഗവാന് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടദേവതയ്ക്ക് മാത്രമല്ല, കുടുംബ ദേവതയ്ക്ക് പോലും നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് എന്ന് പറയാം. മറ്റുള്ളവരോട് നിങ്ങൾ പലപ്പോഴും ക്ഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ ഉപദ്രവിച്ചിട്ടും പലരോടും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ എപ്പോഴും പുലർത്തുന്നവരാണ് നിങ്ങൾ. ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ക്ഷമ ഉള്ളവർ തന്നെയാണ്, ക്ഷമിക്കുവാൻ മനസ്സുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം പലരും നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുകയോ മനസ്സിന് അത്രമേൽ മുറിവേൽപ്പിക്കും വിധം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. സന്ദർഭങ്ങൾ ഏറെ നിങ്ങളുടെ ജീവിതത്തിൽ എതിരായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പഴയ ജീവിതവുമായി ബന്ധപ്പെട്ടും പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ടും അത്തരം ചില വിഷമതകൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വളരെയധികം തളർന്നു പോകുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും എന്താണ് ചിന്തിക്കേണ്ടത് എന്നറിയാത്തതായ സാഹചര്യമോ കഠിനമായ പ്രയത്നത്താൽ പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യമോ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാം. എന്നാൽ നിങ്ങളിൽ ഒരു മാറ്റം വരികയാണ്. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര കഠിനമായ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു ദുഃഖം, നിരാശ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കാം. എന്നാൽ അടുത്ത് തന്നെ അപ്രതീക്ഷിതമായ ചില ലാഭം അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. ചുറ്റുമുള്ള പല വ്യക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും തിരിച്ചടിയായിട്ടുണ്ട് എന്നും അതിപ്പോൾ ബോധ്യപ്പെടുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ കൺമുമ്പിൽ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇവിടെ പല കാര്യങ്ങളും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. നിങ്ങളിലെ ഈശ്വരാധീനം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഈശ്വര ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളെ തെറ്റായി ചിത്രീകരിച്ചവർക്ക് തിരിച്ചടികൾ പ്രപഞ്ചം നൽകുന്നതായ സാഹചര്യമുണ്ട്.
നിങ്ങളിലെ നന്മ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിലും ഈ സമയം ഭഗവാൻ അത് തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത്. ഏറെ നാളായി നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്. അത് നടക്കുവാനായുള്ള കഠിനമായ പ്രയത്നങ്ങൾ പോലും ഫലം കാണാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരും. ചില സാഹചര്യങ്ങൾ അനുകൂലമാകാം. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അതിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, വിഷമതകൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. തെറ്റായ തീരുമാനങ്ങളുണ്ട് എങ്കിൽ അത് തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ശക്തി പകരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും നടക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കുകയാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരാം. കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം. തോറ്റെടുത്തു നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതായ സാഹചര്യമുണ്ട്. തലയുയർത്തി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ദൈവിക ശക്തിയുടെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നിങ്ങൾക്കുള്ളത്. കാത്തിരിക്കുന്നതായ മാറ്റങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവർ നിങ്ങളെ കുറ്റം പറയുന്നു എങ്കിൽ പോലും നിങ്ങളെ അത് ബാധിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയൊരു വെളിച്ചം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ അടിച്ചമർത്തുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരെ പോലെ പെരുമാറുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്. വിപരീത സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നു. പല കാര്യങ്ങളിലും തികഞ്ഞ പോരാളിയും മനസ്സും നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ അത് നഷ്ടപ്പെട്ടതായ സാഹചര്യം. എന്നാൽ ഈ സമയം ആത്മവിശ്വാസം തിരിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയം ഭഗവാന്റെ ഇടപെടൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകും. മനോബലം, മനക്കരുത്ത്, ധൈര്യം എന്നിവ ജീവിതത്തിൽ വന്നു ചേരാം. മുൻപ് നടക്കില്ല എന്ന് ഉറപ്പിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മറ്റുള്ളവരെ പോലും അമ്പരപ്പിക്കും വിധം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകും. ഈശ്വരാധീനത്താലോ നിങ്ങളുടെ കർമ്മഫലത്താലോ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. തോറ്റു എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ദൈവിക ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതായത് ദൈവികമായ ശക്തികൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ എന്താണോ നിങ്ങൾക്കെതിരായി ചിന്തിച്ചത് അത്തരം ചില കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി തീർന്നു എന്ന് വരാം. ഈ സമയം നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അനുകൂലമായി തീരുവാനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ നൽകും. ഈ സമയം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ എതിരായി നിന്നത് അതുമായി ബന്ധപ്പെട്ട് ചില ശുഭ സൂചനകൾ ലഭിക്കാം. ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് വിഷമത്തോടെ മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അവ്യക്തത കുറവ് മാറി വ്യക്തത കൈവരുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത്. ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് അർഹതപ്പെട്ട് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകാനായി പോകുന്നത്. അത് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അനുകൂല കാര്യങ്ങൾ തന്നെയാണ്. അത് തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സമയം ഭഗവാൻ നൽകുന്ന അവസരങ്ങൾ കൃത്യതയോടെ വിനിയോഗിക്കേണ്ടതാണ്.